പ്രിയപ്പെട്ട സ്കൂൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ, നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പറയുന്ന പ്രശ്നം സമയം മതിയായ രീതിയിൽ ലഭിക്കുന്നില്ല സാറേ, പരീക്ഷ എഴുതുമ്പോഴേ സമയം കഴിഞ്ഞു പോകണം, എന്താണ് അതിനുള്ള സൊല്യൂഷൻ? ഈ വീഡിയോയിലുടനീളം ഞാൻ ചർച്ച ചെയ്യുന്നത് ടൈം മാനേജ്മെന്റ് എങ്ങനെ കൃത്യമായിട്ട് പരീക്ഷ എഴുതാം, സമയത്തെ എങ്ങനെ പിടിച്ചു കെട്ടാം എന്നുള്ളതാണ്. എല്ലാവർക്കും ലഭിക്കുന്നത് 2.5 മണിക്കൂറാണ്. അതിനുള്ളിൽ എങ്ങനെ എക്സാം എഴുതിയിട്ട് കൃത്യമായ ആൻസർ കൊടുത്ത് സന്തോഷത്തോടെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോരാം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മക്കളെ, നോക്ക്, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്പെൻഡ് ദ ഫസ്റ്റ് 5 to 10 minutes റീഡിങ് ഓൾ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുക, പാനിക് ആവാതെ നമ്മൾ ശ്രദ്ധാപൂർവ്വം ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ വായിക്കുക. മാർക്ക് ദ ഈസി വൺസ് ടു അറ്റംപ്റ്റ് ഫസ്റ്റ്. കണ്ടോ, ആദ്യം നമ്മൾ ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയും, എനിക്കത് എഴുതാൻ കഴിയും, അത് ഈസി ആണല്ലോ, ഞാൻ ഇന്നലെ പഠിച്ചപ്പോൾ എജ്മിയുടെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായ കാര്യമാണല്ലോ, അപ്പോൾ അത് എനിക്ക് ഈസിയാണ്. അത്തരത്തിലുള്ളത് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. ഈ രീതിയിലാണ് ആദ്യത്തെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ കൂൾ ഓഫ് ടൈം നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മറ്റൊന്ന് ചെയ്യേണ്ട കാര്യം എന്താ, ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ടൈം അക്കോർഡിംഗ് ടു ദ മാർക്സ്. കണ്ടോ, മാർക്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സമയത്തെ കഷ്ണമാക്കിയിരിക്കണം. 1 മാർക്കിന് കൊടുക്കേണ്ടത് 10 മിനിറ്റ് ആയിരിക്കരുത്. അതേസമയം 5 മാർക്കിനും 6 മാർക്കിനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സമയം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. നോക്ക്, നിങ്ങൾ കൂടുതൽ മാർക്കുള്ളതിന് കൂടുതൽ സമയം ചെലവഴിക്കണം, അതേസമയം കുറവ് മാർക്കുള്ളതിന് കുറച്ച് സമയം ചെലവഴിക്കാവൂ. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്നാലേ നമുക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇന്ന് 2.5 hours അല്ലേ, നമുക്ക് 2.5 മണിക്കൂറിലാണെങ്കിൽ അതിൽ നമ്മൾ ഓരോ മാർക്ക് 2 മണിക്കൂറിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ അത് 80 മാർക്കിനാണെങ്കിൽ നമുക്ക് ഏകദേശം 1 മിനിറ്റും 9 സെക്കൻഡും അല്ലെ, അല്ലെങ്കിൽ 1.9 ഏകദേശം 2 മിനിറ്റോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷയ്ക്ക് ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. 2 മിനിറ്റോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം 2 മിനിറ്റ് ഓരോ മാർക്ക് എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. 1 മാർക്കിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് കൂടുതൽ ഡിവിഷനിലേക്ക് വരാം. നമുക്ക് ഫോളോ ദ 3 റൗണ്ട് സ്ട്രാറ്റജി. നമ്മളൊരു 3 റൗണ്ട് സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതിൽ റൗണ്ട് 1 ആദ്യം ചെയ്യേണ്ടത് എന്താ, സോൾവ് ഈസി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. കണ്ടോ, ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റംപ്റ്റ് മീഡിയം ആൻഡ് ഡീറ്റെയിൽഡ് വൺസ്. 2ാമത്തെ റൗണ്ടിൽ, സെക്കൻഡ് റൗണ്ടിൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള, എനിക്ക് കുറച്ചൊക്കെ അറിയാം, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. 3rd റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ബാക്കി ലെഫ്റ്റ് ഓവർ, നമുക്ക് അറിയാത്തത്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, ഇത്തരത്തിൽ. അപ്പോൾ ഈ ആദ്യ പാറ്റേണിൽ ഈസി, 2ാമത്തെ മീഡിയം ഈസി, ദെൻ ഹാർഡായിട്ടുള്ളത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം പോയിട്ട് ഹാർഡായിട്ടുള്ളത് അറ്റംപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സമയം, നമ്മളെ വിലപ്പെട്ട സമയം നമ്മൾ എന്ത് ചെയ്യരുത്, കളയരുത്. ഓക്കെ, ആദ്യം ഈസി ആയിട്ടുള്ള അറ്റംപ്റ്റ് ചെയ്യുക, 2ാമതായിട്ട് ലിറ്റിൽ ഹാർഡായിട്ടുള്ള അറ്റംപ്റ്റ് ചെയ്യുക, ദെൻ നമുക്ക് അറിയാത്തതും ഹാർഡായിട്ടുള്ളതുമായിട്ടുള്ള അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് 3ാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ദെൻ 4ാമതായിട്ട് നോക്ക്, സ്റ്റിക്ക് ടു വേർഡ് ലിമിറ്റ്സ്. വേർഡ് ലിമിറ്റ് ഉണ്ട്. ഓരോന്ന് 1 മാർക്കിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, 4ഉം 5ഉം പേജ് എഴുതി നിറക്കേണ്ട ആവശ്യമില്ല. 1 മാർക്കിന് എഴുതുമ്പോൾ കൃത്യമായിട്ട് ഇത്ര വേർഡ് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. 2 മാർക്കിനാകുമ്പോൾ വേർഡ് ലിമിറ്റ്, 3 മാർക്ക് അതിൻ്റെ വേർഡ് ലിമിറ്റ്, ഇങ്ങനെ ഓരോന്നും വേർഡ് ലിമിറ്റ് ഉണ്ട്. നോക്കാം നമുക്ക്. ഡോണ്ട് ഓവർറൈറ്റ്, ഷോർട്ട്, ക്ലിയർ ആൻഡ് ടു ദ പോയിന്റ് ആൻസർ, സേവ് ടൈം. നമ്മുടെ സമയം സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓരോ വേർഡ് ലിമിറ്റ് പറയുന്ന, അല്ലെ, ഇത്ര വാക്കിൽ എഴുതുക എന്ന് പറയുമ്പോൾ ഇത്ര വാക്കിൽ എഴുതുക, 20 വാക്കിൽ എഴുതുക എന്ന് പറയുമ്പോൾ 20 വാക്ക് മതി, നമുക്ക് അറിയുന്ന കരുതിയിട്ട് ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല. 1 മാർക്ക് നോക്ക്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കൊരു 20 to 30 വേർഡ്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, മഹാത്മാഗാന്ധിജിയെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞ 20 വേർഡിന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മഹാത്മാഗാന്ധി മാത്രം തന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതുമ്പോൾ ഏറ്റവും മോസ്റ്റ് വാലിഡ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായത് നിങ്ങൾക്ക്? ആ രീതിയിലായിരിക്കണം നമ്മുടെ പോയിന്റുകളൊക്കെ വരേണ്ടത്. ദെൻ അടുത്ത് വരുന്നത് 2 to 3 മാർക്ക് ക്വസ്റ്റ്യൻ. കണ്ടോ, 2 മുതൽ 3 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ നമ്മൾ 50 മുതൽ 80 വരെയുള്ള വേർഡുകളാണ്. ഒരു പേജിന്റെ ഒരു പകുതിയൊക്കെ എഴുതിയാൽ മതി, അപ്പോഴേക്ക് ഏകദേശം 80 വേർഡായിട്ട് മാറും. ഓക്കെ, ഇനി 5 മാർക്കിനും 6 മാർക്കിനും ചോദ്യങ്ങൾ വരുമ്പോൾ 100
100 മുതൽ 120 വരെ, അതായത് ഒരു പേജ് മുഴുവനായിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സമയത്ത് മാനേജ് ചെയ്തിട്ട് ഓവർ വേർഡ് എഴുതാതെ എത്രയാണോ ചോദിച്ചത് അത്ര മാത്രം എഴുതുക. അനാവശ്യമായിട്ട് നമുക്ക് അറിയുമെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, എഴുതി കൂട്ടാൻ പോകരുത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ദെൻ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പരീക്ഷാ ഹാളിലേക്ക് വി ഷുഡ് ഹാവ് എ വാച്ച്. നമ്മുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വാച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, ഓരോ 30 മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ വാച്ച് ഉപയോഗിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകണം. ഓക്കെ, ഇത്ര സമയമായി, ഓരോ 30 മിനിറ്റിലും എനിക്ക് ഇത്ര തീർക്കാനുണ്ട്, അപ്പം ഞാൻ ഇത്ര ഫാസ്റ്റ് ആവണം എന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് വാച്ച് വെച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം മക്കളെ. ദെൻ 6ാമത്തെ, കീപ് ദ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഫോർ റിവിഷൻ. അവസാനത്തെ റിവിഷന് വേണ്ടി അവസാനത്തെ 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം എഴുതി കഴിഞ്ഞു അല്ലെ, നമ്മൾ 3 റൗണ്ട് അടിച്ചു അല്ലെ, ഈസി കഴിഞ്ഞു, മീഡിയം ടഫ് കഴിഞ്ഞു, ദെൻ ഹാർഡ് ആയിട്ടുള്ള കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അവസാനത്തെ 10 മിനിറ്റ് ഇതെല്ലാം റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് വൈസ് ആയിട്ട് എസ്സേകളൊക്കെ ഒന്നായിട്ട് എലാബറേറ്റ് ചെയ്യുന്നതിന് പകരം പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാൽ കൂടുതൽ മാർക്കും കൂടുതൽ സമയ ലാഭവും കൂടുതൽ അട്രാക്ഷനും കിട്ടാൻ അത് കാരണമാവും. ഓക്കെ, അതോടൊപ്പം തന്നെ സ്റ്റേ കാം അല്ലെ, കൂളാവുക, കാമാവുക. എക്സാം ഹാളിൽ ചെന്നിട്ട് നമുക്കൊന്നും ചെയ്യല്ല, ഓൾറെഡി നമ്മൾ എക്സാം ഹാളിൽ എത്തി, നമ്മൾ പരീക്ഷ എഴുതുകയാണ്, ഇനി പിറകോട്ട് തിരിയാൻ സമയമില്ല. ഇനി നമ്മൾ മറ്റൊന്ന് ചിന്തിച്ച് ഓവർ തിങ്കിങ് ആയിട്ട് എനിക്ക് അതില്ല അറിയില്ല ഇതറിയില്ല എന്ന് പാനിക്കായിട്ട് ഒരു കാര്യമില്ല, നോ യൂസേജ്. അപ്പോൾ സ്റ്റേ കാം ആയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സാഡ് അടിച്ചിട്ട് എന്താ പറയുക മറ്റേ മൂഡ് അടിച്ചിട്ട് ഒന്നും കാര്യമില്ല അല്ലേ, എനിക്ക് കിട്ടൂല, ഞാൻ പഠിച്ചൊന്നുമല്ല വന്നത്, സാറ് ക്ലാസ്സിൽ പറഞ്ഞൊന്നുമല്ല വന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കും പരീക്ഷ. അപ്പോൾ പാനിക് ആയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ കുഴപ്പമില്ല, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ കഴിയും, എന്തെങ്കിലുമൊക്കെ എഴുതാൻ കഴിയും എന്നൊരു വിശ്വാസത്തോടെ ഒരു കോൺഫിഡൻസോടെ ആണെങ്കിൽ സെറ്റാക്കാൻ പറ്റും എക്സാം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്തിട്ട് ഓരോന്നും ടൈം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ മാർക്കുകളും കൂടുതൽ സമയം കൊടുത്ത് നന്നായിട്ട് മനസ്സാന്നിധ്യത്തോടെ എക്സാം എഴുതുക മക്കളെ. ഇനിയുള്ള എക്സാമുകളൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, സീ യു ഓൾ, ബൈ ബൈ.